നമസ്കാരം സാർ. നമസ്കാരം. കേരളത്തിലെ 2026 തെരഞ്ഞെടുപ്പ് അതിസങ്കീർണമാണ് ഓരോ മുന്നണിക്കും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏത് വിധേനയും ഭരണം തിരിച്ചു പിടിക്കാൻ വേണ്ടി 3.0 ആവർത്തിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും തലകുത്തി മറിഞ്ഞ് ഓടി നടക്കുന്നു. ഇക്കുറി 10 വർഷത്തെ പിണറായി ഭരണവിരുദ്ധ വികാരം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഏത് വിധേനയും അധികാരത്തിൽ വരണം എന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി UDFും രംഗത്ത്. അക്ഷരാർത്ഥത്തിൽ പഴയ തച്ചോളി ചേകവന്മാരുടെ അംഗത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളൊരു അംഗം തന്നെയാണ് നടക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ചില രാഷ്ട്രീയ കുതുകികളുടെ അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ, ഇക്കുറി കേരളത്തിൽ UDFന് ജയിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസും UDF എന്ന സംവിധാനവും കേരളത്തിൽ പിന്നീട് ഉണ്ടാകില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ അത് കേരളത്തിലെ CPMൻ്റെ ശവക്കുഴി തൂണ്ടുന്ന പരിപാടിയായിരിക്കും, അല്ലെങ്കിൽ CPMൻ്റെ മരണമണി അടിക്കുന്ന പരിപാടിയായിരിക്കും എന്ന് G. സുധാകരനെ പോലുള്ള ആളുകളും അല്ലെങ്കിൽ TK ഗോവിന്ദനെ പോലുള്ള ആളുകളും സാക്ഷ്യം ചെയ്യുന്നു. ഇടതുപക്ഷം അല്ലെങ്കിൽ കമ്മ്യൂണിസം കേരളത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ തോൽക്കണം എന്നുള്ള അഭിപ്രായമുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു വരുന്നതാവട്ടെ മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എന്നാണ് നമ്മൾ കൊച്ചിയെ അറിയപ്പെടുന്നത്. അവിടെ തന്നെ പ്രാധാന്യമായിട്ടുള്ളൊരു വ്യാവസായിക മണ്ഡലം എന്ന് പറയുന്നത് കളമശ്ശേരിയാണ്. മിക്കവാറും നമ്മുടെ ഇൻഡസ്ട്രീസൊക്കെ നിലനിൽക്കുന്നത് കളമശ്ശേരി നിയോജകമണ്ഡലത്തിലാണ്, ഏലൂർ വ്യവസായിക മേഖലയിലാണ്. ഈ കളമശ്ശേരി മണ്ഡലത്തിലാണ് ഏലൂർ വ്യവസായിക മേഖലയൊക്കെ നിലനിൽക്കുന്നത്. കളമശ്ശേരിയിലെ MLAയും നിലവിലെ MLAയും വ്യവസായ വകുപ്പ് മന്ത്രിയും നിയമമന്ത്രിയും കയർ വകുപ്പ് മന്ത്രിയൊക്കെ P. രാജീവ് തന്നെയാണ്. കളമശ്ശേരിയിൽ ഇക്കുറി മത്സരം തീപാറുന്നത് തന്നെയാണ്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ഗഫൂറാണ് അവിടെ മത്സരിക്കുന്നത്. ഗഫൂറിൻ്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഡോക്ടർ ഗഫൂറിൻ്റെ പിതാവ് മുൻ മന്ത്രി കൂടിയായ ഇബ്രാഹിം കുഞ്ഞു. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വിശ്വസ്തനായ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. എന്തു തന്നെയായാലും കളമശ്ശേരി നിയോജക മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അന്ന് ഇബ്രാഹിം കുഞ്ഞിനെതിരെ വന്ന ആരോപണങ്ങൾ എന്ന് അദ്ദേഹം തന്നെ ഒരു മാധ്യമ സമ്മേളനത്തിന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. തൻ്റെ കാലത്ത് പണി കഴിപ്പിച്ച 100 പാലങ്ങളിൽ ഒരു പാലമായ പാലാരിവട്ടം പാലം അപകടസ്ഥിതിയിലാണെന്ന് പറഞ്ഞു വരുത്തുകയും ഒരു ബലക്ഷയമില്ലാതിരുന്ന പാലം ബലക്ഷയമുണ്ടെന്ന് അവർ കൃത്യമായി തന്നെ അതിന് രേഖകൾ ഉണ്ടാക്കുകയും പിന്നീട് അത് പൊളിച്ചു കളയാനുള്ള നടപടികൾ കൈക്കൊള്ളുകയൊക്കെ ചെയ്തത് ആ പാലത്തെ ചൊല്ലിയുണ്ടായ പ്രശ്നമായിരുന്നില്ല, പകരം ആ പാലം ഉയർത്തിക്കാണിച്ച് തനിക്ക് പാലം വലിച്ചതാണ് എന്നാണ് ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞത്. അദ്ദേഹം ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ ആ വീഡിയോ ഉണ്ട്, അദ്ദേഹം പറഞ്ഞത് അന്ന് പറഞ്ഞതിൻ്റെ മരണമൊഴി പോലെ. എന്നാൽ അതിൻ്റെ കോൺട്രവേഴ്സിയിലേക്കൊന്നും അദ്ദേഹം കടന്നില്ല. അദ്ദേഹം പറഞ്ഞത് കളമശ്ശേരി മണ്ഡലം ലീഗിൽ നിന്നും UDFിൽ നിന്നും പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കളമശ്ശേരി മണ്ഡലത്തിൽ കണ്ണുവെച്ചിട്ടുള്ള CPMൻ്റെ ഒരു യുവ നേതാവും അതെ അപ്പോൾ ആ യുവ നേതാവും പിണറായി വിജയൻ്റെ ഒത്താശയോടുകൂടി നടത്തിയ നീക്കത്തിൻ്റെ ഫലം തന്നെയാണ് തനിക്കെതിരെ ഉയർന്നു വന്ന ഈ പാലാരിവട്ടം പാലത്തിൻ്റെ ജീർണാവസ്ഥയും കേരള രാഷ്ട്രീയത്തിലുണ്ടായ ഏറ്റവും വലിയ ജീർണാവസ്ഥയിലൊന്ന് ആ കേസ് തന്നെയായിരുന്നു എന്നാണ് ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞത്. ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ ഡോക്ടർ ഗഫൂർ കളമശ്ശേരി മണ്ഡലത്തിൽ മന്ത്രി P. രാജീവിനോട് എതിരിടുമ്പോൾ എങ്ങനെയാണ് ഈ വിഷയത്തെ അങ്ങ് നോക്കിക്കാണുന്നത്? CPMന് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പറ്റം യുവ നേതാക്കളുണ്ടായി. അറിവ് കൊണ്ടും അത് പ്രകടിപ്പിക്കാനുള്ള കഴിവ് കൊണ്ടും പാർട്ടി നേതാക്കളുമായിട്ടുള്ള ബന്ധം കൊണ്ടും ഇവരെല്ലാം കേരളത്തിലെ പ്രമാണിമാരുമായി. അതിൽ മുമ്പിൽ നിൽക്കുന്ന ആൾ P. രാജീവ്, MP. രാജേഷ്, KN. ബാലഗോപാൽ, സമ്പത്ത്, ശ്രീരാമകൃഷ്ണൻ, പ്രദീപ് കുമാർ, ഇങ്ങനെ കുറേ പേരുണ്ട്. അല്ല, P. രാജീവിൻ്റെ ഒക്കെ ഒരു കാറ്റഗറിയിലേക്ക് ബാലഗോപാലിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. കാരണം അവർ കുറച്ചും കൂടിയൊക്കെ രാജീവിനെ അപേക്ഷിച്ച് കുറച്ചും കൂടിയൊക്കെ സീനിയോറിറ്റി മാത്രമേ, അവരെ ഈ ചെറുപ്പക്കാർ സെറ്റ് വന്നവർ പാർട്ടിയിലേക്ക് വന്നവരിൽ വളരെ പെട്ടെന്ന് മറ്റാരേക്കാൾ കൂടുതലായിട്ട് അധികാരമോഹം വന്നു. അധികാരമോഹത്തിൻ്റെ തൊട്ടു പിന്നാലെ തുടർച്ചയായിട്ട് വരുന്ന ഒരു പാർശ്വവാദി പോലെ വരുന്നതാണ് സാമ്പത്തികം. അപ്പോൾ പൈസ ഉണ്ടായി നേടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആ പൈസ വേണ്ട രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മുടെ നേതാക്കന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ
എല്ലാ എതിർപ്പുകളെയും പൈസ കൊണ്ട് നോട്ടിട്ട് മറികടക്കാം എന്ന് മനസ്സിലാക്കിയോടുകൂടി ഇവരിൽ ഭൂരിഭാഗം പേരും അഴിമതിയുടെ ആൾരൂപങ്ങളായിട്ട് മാറി. അത് എം പി രാജേഷ് ആണെങ്കിലും പി രാജീവ് ആണെങ്കിലും ബാലഗോപാൽ ആദ്യം ഇല്ലായിരുന്നു, ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, പ്രദീപ് കുമാറും ഒക്കെ ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അതും അങ്ങനെയുള്ളവരെ മാറ്റിയെടുക്കാനുള്ളൊരു മൂർച്ചയായിട്ട് ആണ് CPM പ്രവർത്തിക്കുന്നത്. അല്ല, ഇവിടെ നമ്മൾ താങ്കൾ CPM സർക്കാരിനെ നയിക്കുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ അഴിമതിയുടെ അപ്പോസ്തലനാണെന്ന് അറിയാം. താങ്കൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ചില ഇഷ്യൂസ് നമ്മൾ ഉണ്ടാക്കുന്നത് ജെനുവിനായിരിക്കും, ആ ഇഷ്യൂവിന് ഉത്തരവാദികളെ ശിക്ഷിക്കണമെന്നുള്ള ആവശ്യവും ജെനുവിനായിരിക്കും, അതിനുള്ള ശ്രമം നമ്മൾ നടത്തും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അസംബ്ലി ഇലക്ഷൻ അടുത്ത് വന്നപ്പോൾ ഒരു തരത്തിലും ജയിക്കാൻ പറ്റാതിരുന്ന കളമശ്ശേരി. അതേസമയം കളമശ്ശേരി ട്രേഡ് യൂണിയൻ ബെൽറ്റാണ്, ഇൻഡസ്ട്രിയൽ ബെൽറ്റാണ്. ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഉള്ള സ്ഥലത്തായിട്ട് പോലും ഇടതുപക്ഷത്തിന് അവിടെ വിജയിക്കാൻ പറ്റിയിട്ടില്ല. എറണാകുളത്തും പറ്റിയിട്ടില്ല. പണ്ടങ്ങാണ്ട് ഇടയ്ക്ക് UDFിൻ്റെ ഒരു കുത്തക മണ്ഡലം, എറണാകുളം തന്നെ UDFിൻ്റെ കുത്തക പോലെ. ഇവിടെ പി രാജീവോ അല്ലെങ്കിൽ പി രാജീവിനെ പോലുള്ള കുറുക്കൻ്റെ ബുദ്ധിയുള്ള ആൾക്കാർ, അല്ലെ ചെന്നായുടെ ബുദ്ധിയുള്ള ആൾക്കാർ. അപ്പോൾ ഏക പ്രശ്നം അന്ന് രാഷ്ട്രീയ ശ്രീകാലന്മാർ, രാഷ്ട്രീയ ഇവർ ഒരു 2 മാർഗമുണ്ട്. അപ്പോൾ ഇവരുടെ തിയററ്റീഷ്യൻസ് കണ്ടുപിടിച്ചത് പെൺവിഷയത്തിൽ പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ എറണാകുളം ജില്ലയിൽ പെൺവിഷയം ചിലവാകാതായി. കാരണം ഒത്തിരി നേതാക്കന്മാർ എൻ്റെ തുണ്ട്, ആരൊക്കെ ഞാൻ എടുത്ത് പറഞ്ഞില്ല. ഒത്തിരി പിന്നെ പുതിയ വിഷയം വേണം. പുതിയ വിഷയം എന്നുള്ളത് അഴിമതി ആരോപണമാണ്. ചില കോട്ടമുറികളൊക്കെ കോട്ടമുറികളെ കടന്ന് വേണം പോകാനായിട്ട്. അപ്പോൾ അഴിമതി ആരോപണം, അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരാകുമ്പോൾ അഴിമതി ആരോപണം പെട്ടെന്ന് വിശ്വസിക്കും. അതിനിടയ്ക്ക് വേറൊരു വാർത്ത വന്നു, 10 കോടി രൂപയോ ചന്ദ്രികയ്ക്ക് ആര് കൊടുത്തു, ഇങ്ങനെ കളക്ട് ചെയ്ത് കൊടുത്തു എന്നൊരു ആരോപണം വരുന്നു. അതിൻ്റെ ഒപ്പം സൈമിൾട്ടേനിയസ് ആയിട്ടാണ് പാലാരിവട്ടം പാലം അഴിമതി നടന്നിരിക്കുന്നു, കോടാനുകോടി രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ പാലം തകർന്നു പോകാൻ പോകുന്നത് എന്ന് പറഞ്ഞ ആരോപണമാണ്. അങ്ങനെയാണെങ്കിൽ റിയാസിൻ്റെ കാലത്ത് പണിയുന്ന പാലം എല്ലാം കാശ് മേടിച്ചുകൊണ്ട് പണിതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയെന്ന് പറയേണ്ടി വരും. പല പാലങ്ങളും തകർന്നു. അപ്പം ഈ പാലം തകർന്നത് ആണ് ഏറ്റവും വലിയ വിഷയം. അതിന് എല്ലാവരും പെട്ടെന്ന് കേരളത്തിൽ നമുക്കറിയാം ഒരു സിനിമ തന്നെയുണ്ട്, പഞ്ചവടി പാലം. ആ ഇപ്പം പോറ്റിയെ കയറ്റിയ കഥ പറയുന്ന പോലെ അന്ന് പാടിക്കൊണ്ട് നടന്നത് പഞ്ചവടി പാലത്തിൻ്റെ പാട്ടാണ് പാടിക്കൊണ്ട് നടന്നത്. അത് ആ രീതിയിൽ ഇയാളെ കംപ്ലീറ്റ് ഡിമോറലൈസ് ചെയ്ത് അതിൻ്റെ കൂടെ പാർട്ടി ഇയാൾക്കെതിരായിട്ടുള്ള വേറൊരു ലോബി ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ പാലം ഒരു മറ മാത്രമായിരുന്നു. അങ്ങനെ ഇബ്രാഹിം കുഞ്ഞിനെ കുടിയ അഴിമതിക്കാരനായിട്ട് ചിത്രീകരിക്കുന്നതിൽ CPM വിജയിച്ചു. അതുകൊണ്ട് മാത്രമാണ് കളമശ്ശേരിയിൽ പി രാജീവിന് ഒരു ഇത് കിട്ടും, ചവിടുറപ്പിക്കാൻ പറ്റിയത്. പിന്നെ അധികാരത്തിൻ്റെ ആടയാഭരണങ്ങളൊക്കെ ആയി കളമശ്ശേരി എറണാകുളം ജില്ലയിലെ രാജാവായി, സമ്പന്നരുടെ വളർത്തുപുത്രനായിട്ട് അല്ലെ മാനസപുത്രനായിട്ട്, ഇവിടുത്തെ എല്ലാ അധോലോക പാർട്ടികളിലെയും വ്യക്താവായിട്ട്, അല്ലെ ബംഗ്ലാവിൽ നടക്കുന്ന കച്ചേരികളിലും എല്ലാ പരിപാടികളിലും ഇതായിട്ട് അതിഥിയായി പോകാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അപ്പോൾ ഇതെത്ര നാൾ രാജീവിനെ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും? ഇപ്പോൾ രാജീവിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട പ്രശ്നം വന്നിരിക്കുന്നത് ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ തന്നെ ഡോക്ടറാണ് മത്സരിക്കുന്നത്. അതെ. ഇപ്പോൾ ഡോക്ടർ മത്സരിക്കുമ്പോൾ നിങ്ങൾ ഡോക്ടർ ജോയ്ക്ക് കൊടുത്ത പ്രാധാന്യം ഇവിടെ ഈ ഡോക്ടർക്ക് കൊടുക്കുന്ന ആരും വിചാരിക്കരുത്. CPMലെ ഡോക്ടർ എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ്. ജോറാണ്. അപ്പോൾ ഇങ്ങനെ പറ്റി അതൊന്നും ആരും പറയാൻ പോവില്ല. ഇത് കഴിഞ്ഞിട്ട് പി രാജീവിൻ്റെ കുറേ സംഭാവനകൾ പറയുന്നത് വ്യവസായ വളർച്ച, കേരളം ഏറ്റവും വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി. അപ്പോൾ ആ സാബുജിക്ക് ഇപ്പോൾ നമ്മുടെ മുമ്പ് ഉദാഹരണമുണ്ട്. വ്യവസായ സൗഹൃദമൊക്കെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് മഹാരാഷ്ട്രയിലേക്ക് പോയി. തെറ്റായാലും ശരിയായാലും അയാളോട് എല്ലാവർക്കും വെറുപ്പാണെങ്കിൽ പോലും അയാൾ കൊടുത്തിടത്തോളം തൊഴിൽ കൊടുക്കാൻ ഇവിടെ ആർക്കും പറ്റിയിട്ടില്ല. അല്ല, ഏതാണ്ട് കേരളത്തിൽ കിട്ടാവുന്ന 40,000 തൊഴിലവസരങ്ങളാണ് ഇല്ലാതാക്കി. അത് അതിൻ്റെ ശരി തെറ്റ് നമുക്കറിയത്തില്ല. അത് അങ്ങേരുടെ ഭാഗത്ത് തെറ്റുണ്ടായി ശിക്ഷിക്കുക, അത് പരിഹരിക്കാൻ വേണം. ശരിയാണെങ്കിൽ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം. അല്ല, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് തൊഴിലില്ലായ്മ. അപ്പോൾ ഒരു 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റിയ ഒരു സംരംഭം ഇവിടെ ഉണ്ടെങ്കിൽ അതിന് എത്ര ന്യൂനതകളുണ്ടെങ്കിലും അത് പരിഹരിച്ച് അത് നിലനിർത്താൻ വേണ്ടിയുള്ളൊരു ശ്രമം ഉണ്ടാവണമല്ലോ. ഇത് സർക്കാർ സ്പോൺസേഡ് പരിപാടിയായിരുന്നു ഈ ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് തുരത്തിയത് എന്നുള്ളതാണ് സാബു ജേക്കബ് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം എന്തായാലും മഹാരാഷ്ട്രയിലെ അദ്ദേഹത്തെ ചാർട്ടേഡ് ഫ്ലൈറ്റ് അയച്ചിട്ടാണ് അവർ കൂട്ടിക്കൊണ്ടുപോയത്. ഇനി രണ്ടാമത് അതുപോലെ തന്നെ പി രാജീവ് ഏറ്റവും കൂടുതൽ പറയുന്ന പുതിയ വ്യവസായങ്ങൾ, എൻ്റർപ്രണർഷിപ്പ് ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്വാസം മുട്ടാണ് വ്യവസായികളുടെ ഇതുകൊണ്ടെന്നൊക്കെ പറയും പി രാജീവ് പറയും. പി രാജിനെ വാഴ്ത്താൻ വേണ്ടി കുറേ മീഡിയ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് മീഡിയ വാഴ്ത്തുന്നതെന്നൊക്കെ നമുക്കറിയാം.
ഇവിടെ ഇനി വ്യവസായം തുടങ്ങാൻ മണ്ണില്ലാത്ത അവസ്ഥയിലേക്ക് അത് വികസിച്ചു പോയി എന്നുള്ളത് ആ രീതിയിലേക്കാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ ആണോ മിനിഞ്ഞാന്നാണോ വേറൊരു കൗതുകരമായ വാർത്ത വന്നു. 120 വ്യവസായികൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിന്നാണോ ടെക്നോ പാർക്കിൽ നിന്നാണോ അറിയാം, 120 വ്യവസായികൾ അവരുടെ സംവിധാനം വൈൻഡപ്പ് ചെയ്ത് ജോലിക്കാരില്ല, ഈ ബംഗാളി ബീഹാറൊക്കെ പറയാൻ പാതെ കറണ്ടില്ല, സപ്ലൈ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, പിന്നെ സമരവും ബഹളവും. 120 പേര് അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഈ ഒരു വർഷം തികയുന്നതിന് മുമ്പ് ആയിട്ടേ ഉള്ളൂ, മാർച്ച് ആകുന്നേ ഉള്ളൂ. ഈ ഒരു വർഷം തികയുന്നതിന് മുമ്പ് കേരളം വിട്ടു പോയി എന്നുള്ള വേറെ ഒരു വാർത്തയും വരുന്നുണ്ട്. 120 യൂണിറ്റുകളാണ് കേരളത്തിൽ നിന്ന് വൈൻഡപ്പ് ചെയ്തത്. 120 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റിൽ ചുരുങ്ങിയത് ഒരു 10 പേർക്ക് തൊഴിലുണ്ടെങ്കിൽ എത്ര പേരായി? അപ്പോൾ ഈ 120 യൂണിറ്റ് വ്യവസായ സൗഹൃദ സംരംഭമായ കേരളം എന്ന് പറയുന്ന സമയത്താണ് അത് വിവരാവകാശ പ്രകാരം ഗവൺമെൻറ് തന്നെ കൊടുത്ത രേഖയാണ്. അതെ, അതിന് രാജീവിന് എന്തെങ്കിലും മറുപടി വേണ്ടേ? അല്ല, ഒരു കാര്യത്തിനും കൃത്യമായ മറുപടി ജനങ്ങളോട് പറയുന്നില്ലല്ലോ. വീട്ടിൽ പോയി ചോദിക്കാനല്ലേ പറയുന്നത്. എന്ത് ചോദ്യമായാലും വീട്ടിൽ പോയി ചോദിച്ചാൽ വീട്ടിലാരാ നമുക്ക് മറുപടി തരാനിരിക്കണം. എന്തായാലും ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ആളുകൾ ഇതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ വീട്ടിലിരിക്കുന്ന ആളുകളെല്ലാവരും ഈ 9-ാം തീയതി പുറത്തിറങ്ങി അവർ കൃത്യമായി ഒരു മറുപടി പറയും. അത് ഉറപ്പാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. ഈ കുഞ്ഞാലി ഇബ്രാഹിം കുഞ്ഞിനെ ഒതുക്കുന്നതിന് വേണ്ടിയാണ് അന്ന് ഈ ഇത്തരത്തിലൊരു പാലം വലി നടന്നത്. ഇബ്രാഹിമിനെ ഒതുക്കല്ല, രാജീവിന് കയറി വരാനൊരു ചാൻസ്. അതെ, അതായത് കളമശ്ശേരി മണ്ഡലം പിടിച്ചെടുക്കണമെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ കൃത്യമായ ഒരു അലിഗേഷൻ കൊണ്ടുവരണം. എന്നാൽ തൃപ്പൂണിത്തുറ സഹായമുണ്ട്, സ്വരാജ് അവിടെ. അതെ അതെ, രണ്ടുപേർക്കും കൂടെ വേണ്ടിയാണ്. സ്വരാജ് അവിടെ ഒന്ന് കമൻ്റൊക്കെ നടത്തി. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ യുവതുർക്കികൾക്ക് വേണ്ടി, തുർക്കികൾക്ക് വേണ്ടി ഇത്ര ഹീനമായി ഒരു മനുഷ്യൻ്റെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്തു. അല്ല, അതിനുശേഷം അദ്ദേഹത്തിന് അതിൽ നിന്ന് കരകയറി പോരാൻ പറ്റിയിട്ടില്ല. ആരോഗ്യപരമായി അദ്ദേഹം വളരെ അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിന് ബന്ധപ്പെട്ടവരെ ശിക്ഷിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? പിന്നില്ലേ? അല്ല, അങ്ങനെ ഒരു അന്വേഷണവും ശിക്ഷാ നടപടികളൊന്നും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്തൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടല്ലോ. ആരോപണം പറയാന്നുള്ളത് മാത്രമേ ഉള്ളൂ, അത്രയല്ലേ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് അത് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഞാൻ പി രാജീവിനെ ടാർഗറ്റ് ചെയ്യുന്നത്. സ്വന്തം നിലനിൽപ്പല്ല, സ്വന്തം കാര്യം കാണാൻ വേണ്ടി ആരെയും ഏത് തരത്തിലും ദ്രോഹിക്കുന്നതിന് മനുഷ്യത്വമില്ലാത്ത ഒരു പ്രസ്ഥാനം, സഖാവല്ലാത്ത സഖാവാണ് പി രാജീവ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും ഈ ഇബ്രാഹിം കുഞ്ഞിനോട് കാണിച്ച ഈ ചതിക്ക് കേരളം എന്താണ് മറുപടി കൊടുക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.